പയ്യന്നൂരിലെ പാർട്ടി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആരോപണങ്ങളുമായി സ്വതന്ത്ര സ്ഥാനാർത്ഥി വി കുഞ്ഞികൃഷ്ണൻ. 2016 സഹകരണ ജീവനക്കാരിൽ നിന്ന് പിരിച്ച 70.5 ലക്ഷം രൂപ വരവിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നിക്ഷേപം വഴി ലഭിക്കേണ്ടിയിരുന്ന പലിശയും ഉൾപ്പെടുത്തിയിട്ടില്ല. മിനിറ്റ്സ് ബുക്ക് ടി.ഐ. മധുസൂദനന്റെ നേതൃത്വത്തിൽ രഹസ്യമായി കടത്തിയെന്നും വി കുഞ്ഞികൃഷ്ണൻ ആരോപിക്കുന്നു. അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്ന്. അജീഷ്, നേരത്തെ FBയിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കം പുറത്തുവിട്ട ആരോപണം ഉയർത്തതിന് പിന്നാലെയാണ് സമാനമായി സ്റ്റേറ്റ്മെന്റുകളും ബാങ്ക് കണക്കുകളും വെച്ച് മറ്റൊരു ആരോപണം. എന്താണ് വിവരങ്ങൾ? സുഹൈല, ഈ പയ്യന്നൂരിലെ CPM ഓഫീസ് നിർമ്മാണത്തിൽ തട്ടിപ്പ് നടത്തിയതിന് ഈ കൂടുതൽ തെളിവ് പുറത്തുവിട്ടുകൊണ്ടായിരുന്നു കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അവിടുത്തെ ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില കണക്കുകളാണ് പുറത്തുവിട്ടത്. AKG മന്ദിരം അത് 2017 മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് ഉദ്ഘാടനം ചെയ്തത്. അതിൽ വലിയ ക്രമക്കേടുകൾ നടന്നുവെന്നും അതിൽ ഏരിയ സെക്രട്ടറി ആയിരുന്ന ടി.ഐ. മധുസൂദനനും T. വിശ്വനാഥനും, അദ്ദേഹം ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു, കൃത്രിമ വരവ് ചെലവ് കണക്കുകൾ കാണിച്ചുവെന്നാണ് വി കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആരോപിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഏതാനും രേഖകളും അദ്ദേഹം പുറത്ത് പങ്കുവച്ചിട്ടുണ്ട്. 2017 ജനുവരിയിലാണ് ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. അതിന്റെ വരവ് ചെലവ് കണക്ക് വിശദീകരിക്കാതെയാണ് ടി.ഐ. മധുസൂദനൻ ഇത്ര ചെലവ് ഇത്ര വരവ് എന്ന കണക്ക് മാത്രമാണ് അവതരിപ്പിച്ചത് എന്നാണ് കുഞ്ഞികൃഷ്ണൻ പറയുന്നത്. ഈ കണക്ക് അംഗീകരിക്കില്ല എന്നന്ന് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉറച്ചു പറഞ്ഞു. ആ കണക്ക് കാണിക്കൽ 2021 വരെ നീട്ടിക്കൊണ്ടുപോയതായി കുഞ്ഞികൃഷ്ണൻ ആരോപിക്കുന്നുണ്ട്. ഇതിന് പിറകിൽ ഗൂഢോദ്ദേശം ഉണ്ടായിരുന്നതായിട്ടാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ പിന്നീട് T. വിശ്വനാഥൻ കണക്ക് അവതരിപ്പിച്ചതായും ഈ വരവിനേക്കാൾ കവിഞ്ഞ ചെലവും അതുവഴി 42,000 രൂപയുടെ കടവുമാണ് അദ്ദേഹം രണ്ടാമത് അവതരിപ്പിച്ച കണക്കിലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. 2016 ഈ സഹകരണ ജീവനക്കാരിൽ നിന്ന് സമാഹരിച്ച ഏതാണ്ട് 70 ലക്ഷം രൂപ വരവിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിക്കുന്നുണ്ട്. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപണത്തോടൊപ്പം തന്നെയാണ് പാർട്ടി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആരോപണത്തിലും ഉറച്ച് കൂടുതൽ തെളിവുകളടക്കം പുറത്തുവിട്ടുകൊണ്ട് അല്ലെങ്കിൽ കൂടുതൽ ആരോപണങ്ങളടക്കം ഉയർത്തിക്കൊണ്ട് കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.